ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റി ഡൊമിനിക്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 2025 സെറ്റ് ക്വാളിഫൈ ചെയ്ത ആളാണ്. ആദ്യം തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ച ദൈവത്തിനും അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ടോസ് അക്കാഡമിയോടാണ്. ടോസ് അക്കാഡമിയുടെ കോച്ചിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ സെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഞാൻ ടോസ് അക്കാഡമി ജോയിൻ ചെയ്യുന്നത് ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ്. ടോസ് അക്കാഡമി ജോയിൻ ചെയ്ത ശേഷമുള്ള 2 എക്സാമുകളും ഞാൻ ഫെയിലായി. പക്ഷേ എനിക്ക് ജനറൽ പേപ്പറിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു. സബ്ജക്റ്റ് പേപ്പറിൽ എനിക്ക് ഞാൻ വിചാരിച്ചത്ര മാർക്ക്, നമുക്ക് പാസ്സാകേണ്ട മാർക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ആദ്യത്തെ 2 എക്സാമും ഫെയിലാകാൻ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ അവരുടെ നോട്ട്സ് ഫോളോ ചെയ്തില്ല, ഇല്ലെങ്കിൽ നമ്മുടെ സിലബസ് കവർ ചെയ്തില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം. കാരണം എൻ്റെ കുറച്ച് സിറ്റുവേഷനും കൊണ്ട് എനിക്ക് വേണ്ട പോലെ പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ബട്ട് ഇത്തവണ സെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് പഠിച്ചത് ഏകദേശം ഒരു 1 മന്താണ്. അതിൽ ലാസ്റ്റ് 2 വീക്സ്, സെറ്റിന് മുന്നത്തെ ലാസ്റ്റ് 2 വീക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ സെറ്റിന് വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങുന്നത് പോലും വളരെ കുറവായിരുന്നു. 2-3 മണിക്കൂറൊക്കെ ആയിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. ബാക്കി മുഴുവൻ ഞാൻ സെറ്റിന് വേണ്ടി തന്നെയാണ് മാറ്റി വെച്ചത്. അങ്ങനെ മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അവർ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എനിക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞാൻ വർക്കിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾ ഒക്കെ ഉള്ളവർക്കറിയാം, കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പം നമ്മളെ പഠിക്കാൻ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെക്കാളും കൂടുതൽ ആക്റ്റീവായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പം നമുക്ക് വേണ്ട പോലെ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എൻ്റെ കേസിൽ എനിക്കങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തത് അവസാനം 1 മന്ത് ഏകദേശം പഠിച്ചു. അതിലെ ലാസ്റ്റ് 2 വീക്സ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിന് വേണ്ടി തന്നെ മാറ്റി വെച്ചു എന്നുള്ളതാണ് ചെയ്തത്. ഞാൻ എങ്ങനെയാണ് സെറ്റിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്, ടോസ് അക്കാഡമിയുടെ നോട്ട്സ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതെന്ന് പറയാം. ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും ആണല്ലോ നമുക്കുള്ളത്. അതിലെ ജനറൽ പേപ്പറിൻ്റെ നോട്ട്സ് ഞാൻ എൻ്റെ ഹാൻഡ് റിട്ടൺ ആയിട്ട്, വലിയ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊന്നുമല്ല, നമുക്ക് പറ്റുന്ന പോലെ സ്പീഡിൽ എൻ്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അത് നമ്മളിങ്ങനെ ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ഓരോ വർഷവും നമുക്ക് തരുന്ന അഡീഷണൽ നോട്ട്സ്, അല്ലെങ്കിൽ ഓരോ വർഷവും പുതിയതായിട്ട് വരുന്ന നോട്ട്സൊക്കെ ഞാൻ എൻ്റെ ഓൾഡ് നോട്ട്സിൽ തന്നെ സൈഡിലൊക്കെ അത് കുറിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ വരുന്നത് വേറെ പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ കൂടി നമ്മുടെ ഒറിജിനൽ നോട്ട്സിൻ്റെ കൂടി പിൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജനറൽ പേപ്പറിൻ്റെ കേസിൽ ചെയ്തത്. അങ്ങനെ ജനറൽ പേപ്പറിൻ്റെ എൻ്റെ നോട്ട്സ് എൻ്റെ റിട്ടേൺ ഫോമിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ റിട്ടേൺ ഫോം നമുക്കൊരു PDF നോക്കി പഠിക്കുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി യൂസ്ഫുൾ നമ്മുടെ തന്നെ ഹാൻഡ് റിട്ടണിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെയാണ്, എൻ്റെ ഹാൻഡ് റിട്ടണിൽ പഠിക്കുന്നതാണ് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. പക്ഷേ ഞാൻ ജനറൽ പേപ്പറിനകത്തെ കറണ്ട് അഫേഴ്സും GKയും നോട്ട്സൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് നമുക്ക് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലിയർ ചെയ്തത്, പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സബ്ജക്റ്റ് പേപ്പർ, എൻ്റെ സബ്ജക്റ്റ് ബോട്ടണിയാണ്. അപ്പോൾ നമുക്ക് ബോട്ടണി സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്കറിയാം, നമുക്ക് ഒരുപാട് പാത്ത് വേസും റിയാക്ഷൻസും ഇല്ലെങ്കിൽ നമുക്ക് കുറേ പടങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഫുൾ നോട്ട്സായിട്ട് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല, ഇല്ലെങ്കിൽ നോട്ട്സായിട്ട് എഴുതി വെക്കാൻ പറ്റണമെന്നില്ല. എനിക്കതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തരുന്ന PDF നോട്ട്സ് പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ വീഡിയോസിനകത്ത് കിട്ടുന്ന അഡീഷണൽ പോയിൻറ്റ്സൊക്കെ ആ നോട്ട്സിലോട്ട് ആഡ് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. ഇനി വീഡിയോസ് തന്നെ നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പഠിക്കാൻ നേരത്ത് നിന്ന് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്ത് അങ്ങനെ വീഡിയോ കാണുകയാണ് ചെയ്തത്. ജനറൽ പേപ്പറിൻ്റെ ഞാൻ നോട്ട്സ് അല്ലാതെ വീഡിയോ കണ്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. സബ്ജക്റ്റിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. സബ്ജക്റ്റ് ഞാൻ നോട്ട്സ് അല്ലാതെ വീഡിയോ ഫസ്റ്റ് പ്ലേ ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ വീഡിയോ 1-2 വട്ടം ഞാൻ പ്ലേ ചെയ്യും. അങ്ങനെ മുന്നേ വീഡിയോ കണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിൻ്റഡ് നോട്ട്സ് വെച്ച് പഠിക്കുകയാണ് ചെയ്തത്. നമുക്ക് ടഫായിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പോർഷൻസിൽ ഞാൻ വീഡിയോസ് ആ ടൈമിൽ നമുക്ക് പറ്റുന്ന സമയത്ത് നോട്ട് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ഒരു ദിവസം 2-3 വീഡിയോസൊക്കെ വരാറുള്ളൂ. ആ വീഡിയോസ് ആ ആഴ്ചയിലെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്.
അങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ നമുക്ക് ടോസ് അക്കാഡമി ആണെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും അതുപോലെ നമുക്ക് അസൈൻമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും മോക്ക് ടെസ്റ്റുകൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ അസൈൻമെൻറ്റ്സ് ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. അസൈൻമെൻറ്റ്സ് ഞാൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് മിസ്സ് ആൻസർ തരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം മിസ്സ് ആൻസർ തരുന്ന മിസ്സിൻ്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ ആൻസേഴ്സ് എനിക്ക് പറ്റുന്ന ടൈമിൽ ഇതുപോലെ കവർ ചെയ്യും. എന്നിട്ട് മിസ്സ് തരുന്ന ആൻസറുമായിട്ട് ഞാൻ ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അസൈൻമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2022 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഞാൻ സെറ്റിന് വേണ്ടി കറക്റ്റായിട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ സിലബസിൻ്റെ ഫസ്റ്റ് തന്നെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ സിലബസിൽ അത് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ നമുക്കറിയാം ഇനി എന്തുമാത്രം കവർ ചെയ്യാനുണ്ട്, നമ്മൾ എത്രമാത്രം ടൈം അതിന് കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ സിലബസ് കവർ ചെയ്യാൻ എന്തുമാത്രം കവർ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്ത മെത്തേഡ്സാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് ടൈം കണ്ടെത്തി സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് അവരുടെ ടൈമിനനുസരിച്ച് നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. ഞാനതാണ് ചെയ്തത്. ആദ്യത്തെ എക്സാമിനൊന്നും അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് പറ്റുന്ന ടൈമിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മനസ്സിലായി അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമ്മൾ പഠിച്ച് തീരില്ല. അവരെപ്പോഴും നമുക്ക് നമ്മുടെ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടൈം കണ്ടെത്തുക, നമുക്ക് പറ്റുന്ന ടൈം എക്സ്ട്രാ ആയിട്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യുക. പിന്നെ നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കാം. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് പ്ലേ ചെയ്യാം. ഈ രീതിയിലൊക്കെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ട് ഏകദേശം ഒരു 2-3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന വഴി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ചേഞ്ചസ് അത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഫോളോ ചെയ്ത് എക്സാമിൻ്റെ ടൈമിൽ ഫോളോ ചെയ്ത് ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഏറ്റവും ലാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കറണ്ട് അഫേഴ്സ്, GK, നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നുന്ന പോർഷൻസ്. ബാക്കി ഇംഗ്ലീഷ്, സൈക്കോളജി, ഫിലോസഫി ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആൻസർ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാത്സ് ഏരിയയിലോട്ടൊക്കെ വരാറ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല. സബ്ജക്റ്റിൻ്റെ കേസിൽ പറയുവാണെങ്കിലും നമുക്കറിയാം ബോട്ടണി പോലുള്ള സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പം ഞാൻ ആദ്യത്തെ 2 സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് കണ്ടിട്ട് പോലില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്നിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോകുക. നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്കത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ലാസ്റ്റ് എക്സാമിന് നമുക്ക് ഒരുപാട് 2025 അതായത് ഫെബ്രുവരി നടന്ന എക്സാമിനാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് പേപ്പറിൽ ഒരുപാട് മാർക്സ് ഫോളോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യുക, ആൻസർ അല്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്ത വഴി നമുക്ക് എല്ലാ ആൻസേഴ്സൊന്നും അറിയത്തില്ലെങ്കിലും അറിയാവുന്ന മാർക്ക് ചെയ്ത് വരുമ്പം ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതെല്ലാമാണ് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഇപ്പം എൻ്റെ പോലുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ടൈം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഒരിക്കലും നമ്മൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സുമെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം എൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഞാനൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയ ആളാണ്. ആ സമയത്ത് എനിക്ക് കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. എനിക്ക് എൻ്റെ ബോഡി കണ്ടീഷൻസ് അനുസരിച്ച് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് വരെ സെറ്റ് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടോസ് അക്കാഡമിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവർ തരുന്ന നോട്ട്സ്, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റ് ആകട്ടെ, അസൈൻമെൻറ്റ്സ് ആകട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ദീപ മിസ് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ലൈവ് സെക്ഷൻസ് തരാറുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഈ ലൈവ് സെക്ഷൻസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് 1-2 ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ.
അപ്പോൾ ഈ ലൈവ് സെക്ഷൻ്റെ റെക്കോർഡഡ് വേർഷൻ നമുക്ക് തരാറുണ്ട്. ഞാൻ അതാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യുന്ന വഴി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സെറ്റ് കിട്ടും. 1-2 വട്ടമൊക്കെ ചെറിയ മാർക്കിന് പോയെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും തന്നെ അടുത്ത പ്രാവശ്യം അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് പ്രാവശ്യം സെറ്റ് ചെറിയ മാർക്കിന് പോകുന്ന ആൾക്കാർ ഒരിക്കലും മനസ്സ് മുടക്കാതിരിക്കുക. വീണ്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, വീണ്ടും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെറ്റ് കിട്ടും. അപ്പം ഇനി സെറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.